ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പറ ചോറുണ്ണാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അരമുറി തേങ്ങയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾ റെഡിയാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. ഒരു 3 വറ്റൽ മുളക് ഞാൻ ഇതുപോലെ പീസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 3-4 കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു ബൗളായിട്ടുള്ള പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് ഇഞ്ചി, ഒരു 3-4 പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ കളർ ചെറുതായിട്ട് ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് വേണം കേട്ടോ ഇതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വരാൻ. അപ്പോൾ തന്നെ ഈ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് നല്ല സ്മെല്ല് വരും ഇതിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതാ ആ ഒരു മുറി തേങ്ങ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഇത് റെഡിയാക്കുന്നത് അമ്മിയിലാണ് കേട്ടോ. അമ്മിയിൽ റെഡിയാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളക്, ഇഞ്ചി, നമ്മുടെ ഉള്ളി, പുളി ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പഴയ കാലത്തൊക്കെ അമ്മിയിലാണല്ലോ എല്ലാ ഫുഡും റെഡിയാക്കുന്നത്. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. നമ്മളിപ്പോൾ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ അമ്മിയിൽ വെച്ചിട്ട് റെഡിയാക്കുകയാണെങ്കിൽ അതിൻ്റേതായ നല്ല ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുത്തതിന് ശേഷം വേണം നമുക്ക് ആ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചു കൊടുക്കാം. മുഴുവൻ തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ആ ഒരു മുളകൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അരച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു മുളകൊക്കെ ഈ തേങ്ങയിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ തന്നെ ഒന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് അരച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് കുറവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചു കൊടുക്കാം. നമ്മൾ അമ്മിയിലൊക്കെ കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചമ്മന്തിക്ക്. നമ്മുടെ മിക്സിയിലൊക്കെ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമ്മിയിൽ അരക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മി ഉണ്ടെങ്കിൽ അമ്മി വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാനായിട്ട് നോക്കുക. നമ്മുടെ ആ ഒരു ഇഞ്ചി, അതുപോലെ നമ്മുടെ ചെറിയ ഉള്ളിയുടെയൊക്കെ ആ ഒരു എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തി. നിങ്ങൾ ഇതുപോലെ റെഡിയാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും റെഡിയാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതാ ഞാൻ ആവശ്യത്തിന് കുറച്ചുകൂടി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം എല്ലാ ചമ്മന്തി മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്മിയിൽ പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ നമ്മളൊക്കെ അമ്മിയിലൊക്കെ ചോറിട്ടിട്ട് ചമ്മന്തിയൊക്കെ അരച്ച അമ്മിയിൽ നിന്ന് തന്നെ ചോറൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അരമുറി തേങ്ങ കൊണ്ട് ഇത്രത്തോളം ചമ്മന്തി നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 പേർക്ക് നല്ല സുഖമായിട്ട് ചോറ് തിന്നാനുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ ഒന്നും പറയുന്നൊന്നല്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഇത് മാത്രം മതി ഒരു പറ ചോറുണ്ണാനായിട്ട്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. ചമ്മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്നാക്സ് ആയിട്ടും പായസം ഒക്കെ വീഡിയോസ് ഇതിൽ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള റെസിപ്പീസ് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നല്ല ചൂട് ചോറിനപ്പം ഈ ഒരു ചമ്മന്തി കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.